നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നമ്മുടെ ഈ ഇപ്പം ചില ചില വീടുകളിലൊക്കെ സ്ട്രോക്കുള്ള ആളുകളുണ്ടാവും. ചിലപ്പം തലച്ചോറിനെ ബാധിക്കുന്ന ചില മറ്റു ചില അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ, അവർ കൺസൾട്ടേഷനൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊട്ടിക്കരയുക അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുക, ഇങ്ങനെയുള്ള ഒരു സംഭവം രോഗിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അത് ഉണ്ടാകുന്നത് മിക്കപ്പോഴും പരിചയമുള്ള ആളുകളോ മറ്റോ വരുമ്പോഴോ, അല്ലെങ്കിൽ ദൂരെ മീൻസ് ഇപ്പോൾ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ കാണാൻ വേണ്ടി വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഇങ്ങനെ പൊട്ടിക്കരയുന്നു, പൊട്ടിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ നോർമൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്, അഥവാ സ്യൂഡോ ബൾബാർ അഫക്റ്റ് എന്ന് പറയും. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഫ്രോണ്ടൽ ലോബ്. പിന്നെ ഉള്ളത് ബ്രെയിൻ സ്റ്റം. പിന്നെ ഇവ തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ട്, കോർട്ടിക്കോ ബൾബാർ ട്രാക്ട്. പിന്നെ ഉള്ളത് സെറിബെല്ലം. അങ്ങനെയുള്ള അവയവങ്ങളുടെയൊക്കെ ആ ഭാഗങ്ങളുടെയൊക്കെ കേടുപാട് ഈ അസുഖം കാരണം വന്നിട്ടുണ്ടാകാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഇമോഷണൽ എക്സ്പ്രഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ കൺട്രോളിൽ നിന്ന് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ നമ്മൾ ഫ്രോണ്ടൽ റിലീസ് ഫിനോമിന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷമാണ് പ്രകടിപ്പിക്കേണ്ടത്, മുഖഭാഗത്തത് വരും. പക്ഷെ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ചിലപ്പോൾ കരച്ചിലായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ദുഃഖമുള്ളപ്പോൾ ചിലപ്പം ദുഃഖത്തിൻ്റെ മുഖഭാവം വരുന്നതിന് പകരം ചിലപ്പം ചിരിയായിരിക്കും വരിക. അതാണ് നമ്മളപ്പം ഒരു ഡിസ്കണക്ട് ബിറ്റ്വീൻ ഇമോഷണൽ എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതിന് ഈ അസുഖത്തിൻ്റെ ചികിത്സ നടത്തണം. പിന്നെ അതിന് ഈ രോഗലക്ഷണം തന്നെ ചികിത്സിക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അവ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നുള്ളത്. അത് അസുഖത്തിൻ്റെ ഭാഗമാണ്. താങ്ക് യു.